രക്ഷപ്പെട്ട് അല്ലേടാ? എന്താടാ നീ ഒറ്റ ഒരുത്തനാ എന്റെ ഈ ഗർഭത്തിന് ഉത്തരവാദി. ആഹാ, നീ പറയുന്ന കേട്ടതൊന്നുമില്ല. ഞാനാണ് നിന്നെ ഗർഭിണിയാക്കിയെന്ന്. നീ അല്ലേടാ പറഞ്ഞത് ലോകത്ത് ഇന്നേ വരെ ഒരാണുങ്ങളും ഗർഭം ധരിച്ചിട്ടില്ലാന്ന്? ഇല്ലടാ, ഒരാണും ഗർഭം ധരിച്ചിട്ടില്ല. പിന്നെ ആ ഡോക്ടർ പറഞ്ഞതോ എനിക്ക് ഗർഭമുണ്ടെന്ന്? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, ആ ഡോക്ടറിന് ഭ്രാന്താണ്. അല്ലെങ്കിൽ തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്തെന്ന് പറഞ്ഞ ആരെങ്കിലും ഗർഭിണിയാവോ? ഇഞ്ചക്ഷൻ മാത്രമല്ലേ എടുത്തുള്ളൂ, വേറെ നടന്നില്ലല്ലോ. അല്ലല്ലോ. എടാ, സാധാരണ ഒരു 3 മാസം ഗർഭിണി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ പച്ചമാങ്ങ അല്ലെങ്കിൽ മസാല ദോശ, ചുരുങ്ങിയത് ഒരു കുഞ്ഞ് ഛർദി എങ്ങനെ ഉണ്ടാവണ്ടേ? ഇതൊന്നും നിനക്കില്ലല്ലോ. വെറുതെ ഫുഡ് മേടിച്ച് അവിടെങ്ങാനും കിടന്നാൽ മതിയായിരുന്നു. ചാടി പോരുകയും ചെയ്ത്. വിളിച്ചായിരുന്നോ? ഛർദിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ പറഞ്ഞോ? അതല്ലടാ, എനിക്ക് ഛർദിക്കാൻ ഒരു തോന്നൽ. ഛർദിക്കാനോ? കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? യു ആർ പ്രഗ്നന്റ്. ഹലോ, നമസ്കാരം. വെൽക്കം. ഈ ഗൈനക്കോളജിൽ ആരാ ഡോക്ടർ? ഡോക്ടർ നളിനി വാസുദേവൻ. അല്ല, പെണ്ണുങ്ങളല്ലാതെ ആണുങ്ങളാരും? ഗൈനക്കോളജിയിൽ ഇവിടെ എല്ലാം ലേഡി ഡോക്ടേഴ്സാ. ആ, എന്നാ പിന്നെ ലേഡി ഡോക്ടർ മതി. അല്ല, പേര്? സുധീന്ദ്രൻ, 28 വയസ്സ്. നിങ്ങളുടെ അല്ല, വൈഫിന്റെയാ. പെണ്ണിന്റെ പേര് പറയടാ. നിനക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പേര് പറ. ഷക്കീല. അല്ല, ഈ ഷക്കീല കുഴപ്പമില്ലേ? അത് പണ്ട്, ഇപ്പൊ കുഴപ്പമില്ല. അഡ്രസ്? കോയിക്കൽ വീട്, നേമം PO, തിരുവനന്തപുരം. 200 രൂപ. ഓ, 200 രൂപയുള്ളൂ. അല്ല, ഈ പേരൊന്നും മാറ്റാൻ പറ്റില്ലേ? അതൊക്കെ ഗസറ്റിൽ പരസ്യം ചെയ്ത് സമയം എടുക്കും. ചുമ്മാ ഇരുന്നേ. എവിടെയാണ് ഡോക്ടർ റൂം? ഈ വഴി പോയാൽ മതി. ഓ, താങ്ക് യു. വരാവേ. 4-5 മാസം കഴിഞ്ഞ് എനിക്ക് ഇതുപോലെ വയറ് വീർപ്പിച്ചു വന്നിരിക്കാം. ഇത് കണ്ട, ഗർഭചിത്രം പാടില്ല. ഞാൻ പറഞ്ഞതൊന്നും വലിയ പാടുള്ള കാര്യമില്ല. പെട്ടെന്ന് കലക്കിയെടുക്കാം. കുഴപ്പമില്ലല്ലേ? പിന്നെ ഷക്കീല. ആഹാ, ഷക്കീലയും ഗർഭിണിയായിടാ. ഷക്കീലയും ഗർഭിണി. ഞാനവിടെ പറഞ്ഞ പേരല്ലേ ഇത്? എന്റെ പേരാണല്ലോ. നീ അവിടെ ഇരിക്കേ, ഞാൻ ഇപ്പോൾ വരാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഞാനൊരു ഗർഭം കലക്കാൻ വേണ്ടി വന്നതാ. അല്ല, അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്നതാണ് ഡോക്ടർ. വൈഫിനെ വിളിക്കൂ. ഓ, വൈഫ് തന്നെ വരണമെന്നുണ്ടോ? ഡോക്ടർ മെഡിസിൻ എനിക്ക് തരുന്നു, ഞാനതുകൊണ്ട് വൈഫിന് കൊടുക്കുന്നു. അങ്ങനെ അതങ്ങ് കലങ്ങി. വാട്ട് ഡു യു മീൻ? വൈഫിനെ വിളിക്കൂ. ഓ, ഓക്കെ ഡോക്ടർ, യു ആർ കറക്റ്റ്. ഓക്കെ, മേ ഐ കം ഇൻ ഡോക്ടർ? യെസ്, കം ഇൻ. താങ്ക് യു. ഇതാരാ? ഇതാ. നീ ആരെന്നാ പറഞ്ഞേക്കുന്നേ? നീ നമ്മുടെ ഡോക്ടർ അല്ലേ പറഞ്ഞത് വൈഫിനെ വിളിച്ചോണ്ട് വരാൻ? ഇതാണോ വൈഫ്? വൈഫല്ല, പക്ഷേ ഗർഭം ഇവനാണ്. അതെ. നിങ്ങളെന്താ തമാശ പറയാ? അയ്യോ, തമാശ എന്ന ആദ്യം ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പോഴാ മനസ്സിലായത് സംഗതി സീരിയസ് ആണ്. സത്യം, ഇടയ്ക്കിടയ്ക്ക് ഛർദിലും വരുന്നുണ്ട്. നിങ്ങൾ മനുഷ്യനെ കളിയാക്കുകയാണോ? അയ്യോ ഡോക്ടർ, അങ്ങനെ ഒന്നും പറയരുത്. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. ആരും അറിയാതെ ഡോക്ടർ എങ്ങനെങ്കിലും ഇതൊന്ന് ഇല്ലാതാക്കി തരണം. വാട്ട് ഡു യു മീൻ? നിങ്ങൾ മനുഷ്യനെ മെനക്കെടുത്താതെ പുറത്തോട്ട് പോയേ. അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ കാല് പിടിക്കാൻ, എന്നെ ഒഴിവാക്കരുത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് നശിപ്പിച്ച് തരണം. നിങ്ങൾ എന്നെ നശിപ്പിക്കല്ലേ. നിങ്ങൾ വരേണ്ടത് ഇവിടെയല്ല, പിന്നെ ഭ്രാന്താശുപത്രിയില്. സെക്യൂരിറ്റി. നീ ഒന്ന് വണ്ടി നിർത്തിക്ക. നീ എന്തിനാടാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഏട്ടാ, ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. ആരും അറിയാതെ അങ്ങേരുത് കലക്കി തരും. ഇത് മൊത്തത്തിൽ കലങ്ങുന്ന ഏർപ്പാടാ നീ ചെയ്തു വെച്ചത്. എന്താണ്? എടാ, മാള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാ ഇത്. അപ്പൊ എളുപ്പമായാലോ, മാളനോട് വെച്ച് ഡോക്ടറെ കാണിച്ചു തരില്ലേ? കേറ്റ് കളയും. നീ വണ്ടി എടുത്തേ. ഇവനെ കൊണ്ട് എന്ത് ചെയ്യുമെന്ന്. നോക്ക്. സുബൈദ. സുബൈദേ? അതാരാ? തൽക്കാലം നീയാണ് സുബൈദ. ഞാനോ? യെസ്. ആർക്കെങ്കിലും സംശയം വരുമോടാ? എന്താതിരിക്കണം. നിന്റെ അളിയനും പെങ്ങളും ഈ മരുന്നല്ലേ? അതെ. എന്റെ നെഞ്ച് തടവിത്തോടാം.
നാണം ഇല്ലടേ, വീട്ടിലെങ്ങും വെച്ച് ആയിക്കൂടെ? ഛെ, ഏ. തിരിക്കേ മമ്മൂട്ടിക്ക ഗോപാലകൃഷ്ണ അവിടെയല്ലേ? കിഡ്നിക്കല്ല, ഇങ്ങോട്ട് വരാൻ. വാ കിഡ്നിക്കല്ല അന്ന് വാ. അല്ലാ, ആ, പടച്ചോനെ. ഗോപാലകൃഷ്ണ ഇങ്ങോട്ട്, ഇങ്ങോട്ട്. അയ്യോ മമ്മൂട്ടിക്കല്ലേ ഇത്? ആ, എന്താ പറ്റിയത്? ഒന്നും പറയണ്ട ഗോപാലകൃഷ്ണ. മുംബൈ അധോലോകത്തിലെ ഒരു ദാദ എന്നോടൊരു കിഡ്നി ഓർഡർ ചെയ്തിരുന്നു. സമയത്ത് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ അവരെന്നെ പൊക്കി എന്റെ കിഡ്നി എന്നെ അങ്ങ് എടുത്തു. അത് തന്നെ വരണം. അവയവദാനം മഹാദാനം. കൺഗ്രാചുലേഷൻസ്. വരൂ. ശരി, കയ്യിന്ന് വിടട്ടോ. ഇതാര്? അത് വൈഫാ. ആരുടെ? കൂട്ടുകാരന്റെ. കൂട്ടുകാരന്റെ വൈഫ് എന്താ നിന്റെ കൂടെ? ഒരു അസുഖം. കൂട്ടുകാരന്റെ വൈഫിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അസുഖമല്ലല്ലോ, സുഖമല്ലയോ? അല്ലിക്ക ഇവർക്ക് ഭ്രാന്താം. ഇതെന്തിന്റെ ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലായി. പോകാം ഗോപാലേട്ടാ. കൂട്ടുകാരന്റെ വൈഫ് സ്റ്റിച്ച് എടുത്തിട്ട് എനിക്കൊന്ന് കാണണം. അരുണേ, വണ്ടിയിട്ട് കാണണേ. നിക്ക് നിക്ക്. ഇയാള് കൊളവാക്കും. നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞു ഒന്നും ഇയാള് വിശ്വസിച്ചിട്ടില്ല. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. നീ അളിയൻ വരുന്നുണ്ടോ നോക്കാം. കാണണമെന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് കാണാൻ വന്നോ? വിളിച്ചോണ്ട് പോണ ഈ ഭ്രാന്തിയെ എടുത്തോണ്ട് പോണ ഓപ്പറേഷൻ തിയേറ്ററിൽ. അല്ലാ, കൊന്നുകളയും ഞാൻ. അയാളെ സംശയം തീർന്നല്ലോ. പുള്ളി മൊത്തത്തിൽ തീർന്നു. വാ ഇരിക്കെ. കാല് തോത്തിട്ട് സോറി, ഈ ഡോക്ടർക്ക് ഇനി സംശയം വല്ലതും തോന്നും. നീ ഒന്നും മിണ്ടാതിരുന്നേ. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നല്ല കയ്യായത് കൊണ്ട് അയാളോട് പറഞ്ഞൊരു സീൻ ഉണ്ടാക്കേണ്ട. സോറി. എടാ, ഇവിടെ ഇരുന്ന ഇവൻ എന്നെ പീഡിപ്പിക്കും. സുബൈദ ഇങ്ങോട്ട് മാറിയിരുന്നോളൂ. ശരി ഗോപാലകൃഷ്ണ. സുബേദ ഗോപാലകൃഷ്ണൻ. നല്ല ഈടാ വേണോ? വേണ്ട. ശവ. ഇങ്ങനെയുണ്ടോ വൃത്തികെട്ടവന്മാര്? എന്താ ഇവിടെ? സങ്കരയിനം വാഴവിത്തുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഒരെണ്ണം മേടിക്കാൻ വന്നു. ഓ, വാഴവിത്ത് വാഴവിത്ത്. ഇയാളാരാ? ആരാ അത്? കൂട്ടുകാരൻ. അല്ല, കൂട്ടുകാരന്റെ പെങ്ങള്. കൂട്ടാന്റെ പെങ്ങൾ. ഓ, ഇന്റർകാസ്റ്റ് മാരേജ് ആണല്ലേ? അല്ല, രജിസ്റ്റർ മാരേജാ. ഓ, രജിസ്റ്റർ മാരേജ്. എന്നായിരുന്നു? അടുത്ത മാസം. അടുത്ത മാസം എന്ന് പറയുമ്പോ സെപ്റ്റംബർ അല്ലല്ലോ, ഒക്ടോബർ. ഒക്ടോബറിലായത് കൊണ്ട് കൊള്ളാം. മാർച്ചിലായിരുന്നെങ്കിൽ ഭയങ്കര ചൂടും കുട്ടികളുടെ പരീക്ഷ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാനും പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചത്. അപ്പൊ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞില്ലേ? ഇല്ല, ബാക്കിയല്ലേ കഴിഞ്ഞല്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങോട്ടേ കൊണ്ടുവന്നേടല്ലേ. എടാ, നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? സ്വന്തം കൂട്ടുകാരുടെ പെങ്ങളെ ചതിച്ചിട്ട് വന്നിരിക്കുന്നു. നിന്നെയൊക്കെ എങ്ങനെ ഒരു കുടുംബത്തിൽ കയറ്റുന്നത്? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? അല്ല, ഭ്രൂണഹത്യ തെറ്റാണെന്ന കാര്യം നിനക്ക് അറിയില്ലടാ. എന്താ? വയറ്റിൽ കിടക്കുന്ന ചോരക്കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നു. അല്ല ചേട്ടാ, അത് ഞങ്ങൾ. അതിനൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഒത്തി അമ്മ തൊട്ടിൽ കൊണ്ട്, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ ഞാൻ പൊന്നുപോലെ വളർത്താം. എന്തോ നിങ്ങൾ കാരണം ഇത് 4ാമത്തെ ആഘോഷണ. ഇനി ഇങ്ങനെ വന്ന അവര് പോലീസിനെ വിളിക്കും എന്നാ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ മോള് പോക്കെ, ഞാൻ വരാം. ഭാര്യയാണോ? ഭാര്യ അനിയത്തി. ആരടുത്തും പറയല്ലേ. കൊണ്ട് തകർത്തോ. വൃത്തികെട്ടവൻ. അവ എന്നെ തെറ്റിദ്ധരിച്ചു കാണും. എടാ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എനിക്ക് കൂടുതൽ ടെൻഷൻ വന്നാൽ ഉടനെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. ഒഴിക്കല്ലേ? ഇതൊക്കെ ഇട്ടോണ്ട് എങ്ങനെയാടാ ഒഴിക്കുന്നേ? നമുക്ക് എന്തെങ്കിലും നോക്കാം. നീ വാ.